എന്താണ് ഫിത്ർ സക്കാത്തായി കൊടുക്കേണ്ടത്? ആ നാട്ടിലെ പ്രധാന ഭക്ഷണമാണ് നൽകേണ്ടത്. അതനുസരിച്ച് നമ്മുടെ നാടായ കേരളത്തിൽ അരിയാണ് നൽകേണ്ടത്. എത്രയാണ് നൽകേണ്ടത്? ഓരോരുത്തരുടെയും സാമ്പത്തിക നില അനുസരിച്ച് അളവിന് വ്യത്യാസമുണ്ടോ? ഇല്ല, ഒരു സാണ് നൽകേണ്ടത്, അഥവാ 4 മുദ്. ഇത് തൂക്കത്തിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 2.400 കിലോഗ്രാം മുതൽ 2.700 കിലോഗ്രാം വരെയാണ്. നമുക്ക് സൂക്ഷ്മതയ്ക്ക് 3 കിലോഗ്രാം അരി കൊടുക്കുന്നതല്ലേ നല്ലത്? അങ്ങനെയാണെങ്കിൽ 3 കിലത്തിന് പകരം പണം നൽകിയാൽ മതിയാവുമോ? നമ്മുടെ മദ്ഹബായ ഷാഫിഈ മദ്ഹബ് അനുസരിച്ച് അരിക്ക് പകരം പണം നൽകുന്നത് അനുവദനീയമല്ല. പെരുന്നാൾ രാവ് ജീവിച്ചിരിപ്പുള്ള എല്ലാവർക്കും സക്കാത്ത് കൊടുക്കണമെന്നല്ലേ? അങ്ങനെയാണെങ്കിൽ ചെറിയ കുട്ടിയുടെ സക്കാത്ത് ആരാണ് കൊടുക്കേണ്ടത്? ചെറിയ കുട്ടികളുടെ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് രക്ഷിതാവാണ്. അതുമാത്രമല്ല, താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായ ഭാര്യ, ദരിദ്രരായ മാതാപിതാക്കൾ ഇവരുടെ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് കുടുംബനാഥൻ തന്നെയാണ്. ആർക്കാണ് ഫിത്ർ സക്കാത്ത് നൽകേണ്ടത്? സാധാരണ നമ്മുടെ നാട്ടിൽ കാണുന്നത് പോലെ നമ്മളുടെ ഫിത്ർ സക്കാത്തിൻ്റെ അരി അയൽവാസിക്ക് കൊടുക്കുകയും അവരുടേത് നമ്മൾ വാങ്ങുകയും ചെയ്യുന്നത് ഇത് അനുവദനീയമാണോ? ഇത് അനുവദനീയമല്ല. ഇതിൻ്റെ ലക്ഷ്യം പെട്ടെന്ന് കൊടുത്തു തീർക്കുക എന്നുള്ളതായിരിക്കാം. പക്ഷേ അയൽവാസി അവകാശികളിൽ പെട്ടവരാണെങ്കിൽ പ്രശ്നമില്ല. ആരൊക്കെയാണ് ഫിത്ർ സക്കാത്തിൻ്റെ അവകാശികൾ? അവകാശികളെ കുറിച്ച് ഖുർആനിൽ തന്നെ അള്ളാഹു പറയുന്നുണ്ട്: പരമദരിദ്രൻ, പാവപ്പെട്ടവൻ, സക്കാത്തിന്റെ ഉദ്യോഗസ്ഥർ, പൊതുവിശ്വാസികൾ, അടിമകൾ, കടബാധിതർ, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവർ, യാത്രക്കാരൻ. പറഞ്ഞ 8 അവകാശികളെ കുറിച്ചാണ് പരിശുദ്ധമായ ഖുർആനിൽ പരാമർശിച്ചത്.